നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒന്നിലധികം മീനിങ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പം മുസ്തവി എന്ന് പറഞ്ഞാൽ പഴുത്തത്, വെന്തത് എന്നൊക്കെ അർത്ഥം വെക്കാം. ഒരു ഉദാഹരണം പറയാം, അത് രസമാണിത്. മനസ്സിലാവാത്ത ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടാവും. അതായത് ഒരാൾ പറയാണ്, ഇപ്പോൾ ഒരു മാങ്ങ വാങ്ങി, മാങ്ങ വാങ്ങിയിട്ട് അത് മുസ്തവി, മാഷാ അല്ലാഹ്, അത് മുസ്തവി, പഴുത്തതാണ്. ഹിന്ദിക്കാർ പക്കാ കച്ച എന്ന് പറയും. കച്ചാനെ പച്ച, പച്ചാണ് പഴുക്കാത്തത്. ആ സാധനം തന്നെ മുസ്തവി എന്നാണ് അറബികൾ പറയാം. മുസ്തവി ഓക്കെ ആണോ? ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് മുസ്തവി, ഇത് പഴുത്തിട്ടില്ല എന്ന് പറയും. ഓക്കെ, അതിൻ്റെ അർത്ഥം പഴുത്ത് പാകമായി എന്ന് നമ്മൾ മലയാളം പറയുന്നതിന് കൂട്ടിയാൽ മതി. രണ്ടാമത്തെ ഒന്ന്, നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യാൻ വെച്ചു, എന്നിട്ട് ആ ഭക്ഷണം എന്തായില്ല, ഹല്ലി യസ്തവി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യസ്തവി, അതെന്താവട്ടെ, പിന്നെ വെന്തോട്ടെ എന്നാണ് അർത്ഥം. എല്ലാത്തിൻ്റെയും പരിസമാപ്തിക്ക് ഇസ്തവ എന്നുള്ള പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഹല്ലി യസ്തവി, അതൊന്ന് വെന്തോട്ടെ. ഞാൻ ഫുഡ് വാങ്ങിയിരുന്നു, ഒരു ബീഫ് കറിയും പിന്നെ പൊറാട്ടയൊക്കെ വാങ്ങി കഴിക്കാൻ തീരെ വെന്തിട്ടില്ല. ഞാൻ സദീഖ് മുഷ്കില ഇതൊന്നല്ല, യാ ഹബീബി മാ മുസ്തവി, ഖലാസ് ബാഗി മസ്തവ, അവിടെയും ശരിയായിട്ടില്ല എന്നൊരർത്ഥത്തിനാണ്, വെന്തിട്ടില്ല എന്നവിടുത്തെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, വളരെ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, യസ്തവി ശരിയായി എന്നാണല്ലോ, പിന്നെ എങ്ങനെ വെന്തു അതല്ലെങ്കിൽ പഴുത്തു എന്നൊക്കെ ഇതിന് അർത്ഥം വരിക? നല്ല ചോദ്യമാണ്. മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ്. ഒരു വാക്കിന് വ്യത്യസ്ത ആംഗിളിലാകുമ്പോൾ അർത്ഥം മാറി വരുന്നു എന്നതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാന്നില്ല. അതിനൊരു കോഴ്സിൽ ചേർന്നോ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം നിസ്കാരത്തിലൊക്കെ ആളുകൾ ഇസ്തവൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അവിടെ വെന്തോളീന്ന, പഴുത്തോളീന്ന അല്ലല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? നേരെയാവൂന്ന, എല്ലാം നേരെയാവൂന്ന, ഇതാണ്. അപ്പോൾ ഇസ്തവ എന്ന് പറഞ്ഞാൽ, മുസ്തവി എന്ന് പറഞ്ഞാലും 3 ആംഗിൾ നമ്മൾ പറഞ്ഞു. ഇസ്തവ ശരിയായിട്ടുണ്ട്, മസ്തവ മുസ്തവി. ഇപ്പം നിങ്ങളൊരു ഒരു ഒരു കറക്റ്റായിട്ടൊരു തൂണ് വരയ്ക്കേണ്ടത്, ഒരു തൂണിൻ്റെ ഒരു കാല് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളപ്പോൾ ഒരാൾ വളഞ്ഞു നിൽക്കുകയാണ്, യാ ഹബീബി മുഅവജ്ജ് ആണ് വളഞ്ഞത്, മുഅവജ്ജ് മുസ്തവി, ഇത് വളഞ്ഞതാണ്, നേരെയല്ല. ഒന്ന്, അപ്പോൾ ഇത് നേരെയാക്കുക. ഹല്ലി ഇസ്തവി, ഇസ്തവൂ നേരെയാക്കൂ. മുസ്തവി എന്ന് പറഞ്ഞാൽ അപ്പോൾ പഴം വാങ്ങി, അവിടെ എന്ന് പറഞ്ഞാൽ എന്താവും? അത് പഴുത്തു എന്നാണ് അർത്ഥം. മുസ്തവി പച്ചയാണെന്നാണ് അർത്ഥം. ഒരു ഭക്ഷണം പാകം ചെയ്ത് ഹല്ലി യസ്തവി, ഒരാൾ ഭക്ഷണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഓഫാക്കില്ല, ഹബീബി ഹല്ലി യസ്തവി, അതൊന്ന് വെന്തോട്ടെ. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കണം. അറബിക്ക് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യണം. മാസ്സലാമ.